ഞാൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായി നാരായണി നിങ്ങൾ തുടങ്ങട്ടെ. നാരായണ, എന്താ ഒരു പേടിച്ച് നിക്കണ പോലെ? ഞങ്ങൾ ഇങ്ങനെ നാരായണനെയും അമ്മയും അച്ഛനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. അച്ഛനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം. അച്ഛൻ വലിയ സിനിമയിലൊക്കെ ഭയങ്കര വലിയ ആളായിരുന്നു ഒരു സമയത്ത്, സീരിയലിലൊക്കെ. അച്ഛന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? അന്ന് നേരെ ഞാൻ കവിരാജേട്ടനൊക്കെ, ചേട്ടാ എന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടീനെ ഒരു സിനിമ കാണിക്കുന്നില്ല? അതെന്താ സംഭവം? നാരായണന് ഇഷ്ടമുള്ളപ്പോഴേ അപൂർവമായിട്ടൊക്കെ കാണണം തോന്നുമ്പോ കാണും. പിന്നെ ഞാന് ശരിക്കും ഒരു ദിവസം ഒരു സിനിമയായിരുന്നു നമ്മുടെ ഒരു റേഷൻ. അതായത് നമ്മൾ ജോലി കഴിഞ്ഞിട്ട് 8 മണി 9 മണിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഷോ, പകലൊന്നും സമയം കിട്ടത്തില്ല. ഒരു ദിവസം ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ പോയി മൂടി വെച്ചിരിക്കുന്ന ആഹാരം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു ജീവിതചര്യ ഉണ്ടായിരുന്നു. അന്ന് തിയേറ്ററിൽ അറിയാലോ, ആദ്യകാലത്തൊക്കെ തിയേറ്ററിനകത്തിരുന്ന് സിഗരറ്റ് വലിക്കും, തിയേറ്ററിനകത്ത് മടി വെച്ചുകൊണ്ട് വന്ന് ഒഴിച്ച് കഴിക്കും, പാൻപരാഗ് സീറ്റിൻ്റെ സൈഡിൽ നിന്ന് തുപ്പും. അത്ര വൾഗറായിട്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന്. പിന്നെ അത് ക്രമേണ മാറി ഇപ്പോൾ ഭയങ്കര മോഡേണൊക്കെ ആയത് ഇപ്പോഴാണ്. അതിന് ശേഷം ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ ദിവസവും സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ, അല്ലേ? വൈഫിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ആ അറ്റ്മോസ്ഫിയറിൽ പറ്റില്ല. ഇടയ്ക്ക് ഈ കാലിങ്ങനെ അടിയിൽ കൂടെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് തിയേറ്ററിൽ. പിന്നെ അടുത്തിരിക്കുന്ന ആൾ മടിയെന്ന് പറഞ്ഞാൽ എടുത്ത് 2 അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് സേഫ് അല്ല വൈഫുമായിട്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിടത്തോളം അത് ക്രമേണ എൻ്റെ ശീലം അങ്ങ് കുറഞ്ഞു, മനസ്സിലായി. പിന്നെ രണ്ടാമത്തെ കാരണം, ഞാൻ അഭിനയിക്കുന്ന സിനിമ കാണണമെങ്കിൽ തന്നെ എനിക്ക് 1000 രൂപ മുടക്കേണ്ടി വരും. എനിക്ക് അവർ 50,000 എഴുതി വാങ്ങിച്ചിട്ട് 500 വന്ന ചരിത്രമൊക്കെ ഉള്ളപ്പോൾ ഞാൻ അഭിനയിക്കുന്ന പടത്തിൽ കഷ്ടപ്പെട്ട് അഭിനയിച്ചതിന് എൻ്റെ സിനിമ കാണാനുള്ള കാശേ ഇവർ തരുന്നില്ലെങ്കിൽ പിന്നെ ആ സിനിമ എന്തിനാണ് കാണുന്നത് എന്നുള്ളൊരു ചോദ്യവും കൂടെ വന്ന് രണ്ടാമത്തെ കാരണം കൊണ്ട് അതും അങ്ങ് നിന്നു. ക്രമേണ ആ ഒരു തിയേറ്ററിൽ പോകാനുള്ളൊരു ആ ഒരു 3 മണിക്കൂർ കളയാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ ഈ ട്രെൻഡും മാറി. ന്യൂജൻ ഫിലിം എന്നും പറഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്ക് പണ്ട് നമുക്കൊരു ആരാധന, എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ, ആ പ്രായത്തിലുള്ളവർക്ക് 90s അറിയാൻ പറ്റും. വേലിയൊക്കെ ചാടി, കമ്പി വേലിയൊക്കെ ചാടി, ഷർട്ടൊക്കെ കീറി വേർത്ത് പിഴിഞ്ഞ് ആർപ്പു വിളിയോടെയൊക്കെ അകത്ത് ചാടി കയറി ഷർട്ട് ഊരി വിരിച്ച് ഒക്കെയാണ് സിനിമ കാണുന്നത്. അത്രയ്ക്കൊരു ഉത്സവ കോലാഹലമായിരുന്നു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക്. അന്ന് ഇത്രയും മീഡിയാസ് ഒന്നും ഇല്ലല്ലോ, ദൂരദർശനൊക്കെ കഴിഞ്ഞൊക്കെ വരുന്നൊരു കാലമൊക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ വാൾ പോസ്റ്റ്, ഒരു സിനിമ 150 ദിവസം 250 ദിവസം കഴിയാതെ, മിനിമം 50 കഴിയാതെ വാൾ പോസ്റ്റ് അവിടുന്ന് മാറില്ല. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് സാധനം വാങ്ങിച്ച് പച്ചക്കറി വാങ്ങിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ വാൾ പോസ്റ്റിൻ്റെ മുകളിൽ വേറൊരു വാൾ പോസ്റ്റ് ആയിരിക്കും. അതിനകത്ത് ആരൊക്കെ അഭിനയിക്കുന്നതെന്ന് പേരറിയില്ല. ഡയറക്ടറുടെ പടം പറഞ്ഞ് കാണുന്ന ഒരു സിസ്റ്റം ഇന്നില്ല. പണ്ട് അരവിന്ദൻ സാറ്, ഭരതൻ സാറ്, IVC സാറ്, ജോഷ് സാറ്, കമൽ സാറ്, ഫാസ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആ ഡയറക്ടറുടെ പേരിൽ സിനിമ കാണും. ഇന്നതില്ല. അങ്ങനെ കാലാവസ്ഥ മൊത്തം മാറി. പിന്നെ എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഈ ന്യൂജൻ ഒക്കെ നല്ലതാണ്, പക്ഷേ ദൃശ്യമാധ്യമങ്ങളിൽ വരുമ്പോൾ ഒരു ലിമിറ്റേഷൻസ് വെക്കണം നമ്മൾ. അത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെ ചിലർ പറയും. അതുകൊണ്ട് പറയുന്നത് ടോയ്ലറ്റിൽ പോകുന്ന ഇരിക്കുന്നതിൻ്റെ എക്സ്പ്രഷനൊക്കെ എടുക്കുക, മുണ്ട് പോക്കി മൂത്രം ഒഴിക്കുമ്പോൾ വർത്താനം പറയുന്ന സീനൊക്കെ എടുക്കുക, വാ തുറന്നാൽ ചേരിയിൽ പോലും ജീവിക്കുന്ന ഒരു നാണം കെട്ട് ഓടുന്ന തരത്തിലുള്ള തെറി പറയുക, പിന്നെ പെണ്ണുങ്ങൾ മദ്യപിക്കുന്ന ഷൂട്ട് ചെയ്യുക. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവാം, അവിടെ ഇവിടെ രഹസ്യമായിട്ടും ഒതുക്കത്തിൽ എല്ലാ ലൈഫിലും ഉണ്ട്. പക്ഷെ അത് ദൃശ്യമാധ്യമങ്ങളിൽ വരുമ്പോൾ അതെന്ത് മെസ്സേജാണ് ലോകത്ത് കൊടുക്കുന്നത്? ഇതൊന്നും ഇല്ലാത്തവർക്ക് ഈ വീട്ടിൽ ടിവിനെയും വെച്ചുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പടം കാണാൻ പറ്റുമോ? ഞാനിവിടെ പാപ്പു എന്ന് പറയുന്ന ഒരു വാക്ക് പോലും കേൾക്കാതെ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ നീറ്റായതുകൊണ്ടല്ല, നമ്മൾ ഒരുപാട് കേട്ട് പറഞ്ഞു പോയി. അടുത്ത തലമുറ നമ്മൾ എന്ത് കൊടുക്കണം? അത് സൂക്ഷിക്കണ്ടേ? അതിന് പറ്റുന്നില്ല എന്നുള്ളൊരു പരാതികളുകൊണ്ട് ഞാൻ ഇവിടെ ന്യൂജൻ സിനിമ ഇടാറേയില്ല, കാണിക്കാറുമില്ല. അഥവാ ഇടണം എന്നുണ്ടെങ്കിൽ നീ കണ്ടതിന് ശേഷം, അനു കണ്ടതിന് ശേഷം കൊള്ളാമെങ്കിൽ, ചീത്ത വാക്കൊന്നും ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുമെന്ന് പറയും. അവനും ആ താല്പര്യം ഇല്ല സത്യത്തിൽ. വല്ല അപൂർവമായിട്ട് ഇപ്പം എന്തൊരു പടം കണ്ട ലോക ഇവർക്ക് കാണണം തോന്നിയാൽ വൈഫ് ഹൗസിൽ പോകുമ്പം അവരുടെ ഫാമിലി എല്ലാവരും കൂടെ പോകും. ഞാൻ കാണാനുള്ള ത്വര നിന്നുപോയി. ലോകയൊന്നും കണ്ടില്ല ചേട്ടാ. ഞാൻ സിനിമ ഒന്നും കാണാൻ. ഒരു സിനിമ ഞാൻ പറയാം, ന്യൂജന്റെ ഒരു സിനിമ കണ്ട എക്സ്പീരിയൻസ് പറയാം. കൂതറ എന്ന പടത്തിന്റെ പേര് പോലെ തന്നെ പടം കൂതറ. അതിനകത്ത് ലാലേട്ടനൊക്കെ എന്തിനാണ് ഗസ്റ്റ് റോൾ അഭിനയിച്ചതെന്ന് എനിക്കറിയില്ല, അത് അവരുടെ ഇഷ്ടം. ഒരു സീനിൽ ആ ഡയറക്ടറെ ഞാൻ പോയി കണ്ട, ഒരു പയ്യനാണ്, പേരെനിക്കറിയില്ല. ഞാൻ അന്ന് ചാൻസ് ചോദിച്ച് ചാൻസിന് വേണ്ടി നടക്കുമ്പോൾ ഒരു വൈറ്റ് ഫോർട്ടാണെന്ന് എൻ്റെ ഓർമ്മ, അവിടെ ഇരുന്ന് എഴുതുന്നു. അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹം നിക്കറിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ നിറത്തിലെ സിനിമയിലെ കണ്ടു കാണും. അത്രയ്ക്കുള്ള പ്രായമേ ഉള്ളൂ.
ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ നല്ല സംവിധായകരൊക്കെ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം കണ്ട് ഹിറ്റായിരുന്നു തോന്നുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടു, അപ്പോൾ അദ്ദേഹം സംസാരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഉദിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ സത്യൻ മാഷ്, നാസിർ മാഷ് തൊട്ട് ഇങ്ങോട്ട് കുഞ്ചാക്കോടെ എല്ലാ പടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു സിനിമ കാണുമെങ്കിൽ ആലോചിക്കണം, ഞാൻ തമിഴ് ഡൽഹി എല്ലാം കാണുന്നൊരു നല്ലൊരു പ്രേക്ഷകനാണെന്നുള്ളൊരു വിലയുണ്ടല്ലോ. ഒരു സീനിൽ നായികയുടെ ഇന്നർ നായകനെ ഇട്ടിട്ട് വന്നിട്ട് കല്യാണ വേദിയിലോ പൊതുവേദിയിലോ രണ്ടുപേരും തമ്മിൽ തർക്കം പറയുമ്പോൾ നിന്നിടത്ത് നൂരി മുഖത്ത് വലിച്ചെറിയുന്ന ഒരു ഷോട്ട് എങ്ങനെയുണ്ടത്? ആരുടെയെങ്കിലും ഭാവനയിൽ വരുമോ അത്? അങ്ങനെ ഒരു പടം ഞാൻ ആ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ഇത് ആര് കണ്ടുപിടിച്ചത്, എന്ത് മൂഡിൽ വന്നു ആ ഒരു ക്രിയേഷൻ? ഇത്രയും പോരെ? ഇത്രയും ഒരു എക്സാമ്പിൾ വരും ഒരു ന്യൂജൻ ഫിലിമിന് തറയാണെന്ന് പറയാനായിട്ട്, പൂതറയാന്ന് പറയാനായിട്ട്. അപ്പോൾ എനിക്ക് ഒരിക്കലും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്കെന്നല്ല, എന്നെ പോലുള്ള ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് അറിഞ്ഞൂടാ. അല്ല, പക്ഷെ ഇപ്പം മലയാള സിനിമയിൽ ഒരുപാട് വേറെ മാറ്റങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഞാൻ പറയുന്നത് എടുക്കുന്നവനെയും പറയണം, സെൻസർ കൊടുത്ത് വിടുന്നവനെയും പറയണം, കാണുന്നവനെയും പറയണം. മൂന്നും പറയണമല്ലോ. നമുക്ക് പറ്റത്തില്ല, നമുക്ക് കുറ്റം പറയാൻ ആളല്ല. പക്ഷെ ഇതൊക്കെ ഞാൻ വളരെ എന്നെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ചിലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ചേട്ടൻ ഇപ്പം സിനിമകളിൽ അത്ര സജീവമല്ലാതെ നിൽക്കുന്നൊരു സമയമാണ്. പക്ഷെ സിനിമകളിൽ സജീവമല്ലാതായതുകൊണ്ടാണോ ഈ ഒരു വേഷത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വേഷ പകർച്ചയിലേക്ക് മാറി വന്നത്? ഞാൻ പലയിടത്തും എൻ്റെ അടുത്ത് ചോദിച്ചവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അമ്മയുടെ ഒരു മരണശേഷം എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു നമ്മൾ സിനിമയെ കാണുന്ന പോലെ മടിയിലിരിക്കുക, ലാളിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ ബാല്യം മുതൽ കൗമാരം ആവുമ്പോഴും അത് കഴിഞ്ഞിട്ടും ഒക്കെ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു. ബാല്യത്തിൽ അമ്മയുടെ സാരിയുടെ തുമ്പത്തായിരുന്നു. കളിക്കാൻ പോകത്തില്ല, ആരോടും മിണ്ടത്തില്ല, കൂട്ടുകാരില്ല. ഒരു സ്കൂളിലൊക്കെ ഫസ്റ്റ് ബെഞ്ചിൽ മാത്രം ഇരുന്ന് പഠിച്ച് ഫസ്റ്റ് ചാൻസ് ജയിക്കുന്നൊരു മീഡിയം സ്റ്റുഡൻറ്റ്, അത്രയേ ഉള്ളൂ. പക്ഷേ വളർന്നു വരുമ്പോൾ നമുക്ക് പ്രാരാബ്ദങ്ങൾ വന്നപ്പോഴത്തേക്ക് തൊഴിലെടുത്ത് കുടുംബം നോക്കുന്ന ഒരു ലെവലിലേക്ക് തന്നെ പോവുകയാണ്. അന്നും 78 വയസ്സ് വരെ മരിക്കുന്നിടം വരെയും ഒരു അവസാന കാലത്ത് ഒരു 5-8 വർഷം ഷുഗർ കൂടി മൊത്തം കാഴ്ച നഷ്ടപ്പെട്ട് നമ്മൾ പൊന്നുപോലെ നോക്കുന്നിടം വരെയും മരിക്കുന്നിടം വരെയും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊരു സുഹൃതമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഭാഗ്യവും അത് തന്നെയാണ്. ഞാൻ ഇന്നും എന്തെല്ലാം ദുരിതങ്ങളിൽ താണ്ടി ഇന്നും ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അത് ആ സുഹൃതമാണ്. എല്ലാവരും അവനവൻ്റെ രക്ഷകർത്താക്കളെയും ഗുരുക്കന്മാരെയൊക്കെ മാനിക്കണം, ബഹുമാനിക്കണം തന്നെയാണ് എൻ്റെ എളിയ അഭ്യർത്ഥനയും എൻ്റെ എക്സ്പീരിയൻസും അത് തന്നെയാണ്. അതിനൊരു ദോഷവും വരത്തില്ല. ആരൊക്കെ ദോഷം വിചാരിച്ചാലും ഒരു ദോഷം വരില്ല എന്നുള്ളത് തെളിവാണ് ഞാനിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ആണ്ട് നടത്തുന്നിടം വരെ ഞാനിങ്ങനെ വിഷാദരോഗം പോലായി. അനു അന്ന് ഗർഭിണിയാണ്, മരിക്കുന്നു. അതിന് കാറ് പിടിച്ച് വന്നു. അടുത്ത ആഴ്ച അവൾ പ്രസവിക്കുന്നു, നാരായണം ജനിക്കുന്നു. അപ്പോൾ മോൻ ജനിക്കുന്നതും അമ്മയുടെ സഞ്ചയനം, അടിയന്തരം, ഇതെല്ലാം നമ്മൾ ശ്രീനിവാസൻ ചേട്ടൻ ഒരു സിനിമയിൽ പാലുകാച്ചിൽ ഉദ്ഘാടനം എന്നൊക്കെ പറയുന്ന പോലെ എനിക്കിത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് കാത്തുകാത്തിരുന്നിട്ട് വന്നതാണ് മോൻ. 7 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനകളിലൂടെ കിട്ടിയിട്ട് നമുക്ക് ചിരിക്കാനുള്ള ഒരു അവസരമില്ല. അതിലും ഞാൻ മരണങ്ങൾ ഒരുപാട് നമ്മൾ താണ്ടി വന്നിട്ടുണ്ടെങ്കിലും സാക്ഷിയായിട്ടുണ്ടെങ്കിലും അമ്മയുടെ മരണം എനിക്ക് കുറച്ച് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചു. ഇത് സന്തോഷമാണെങ്കിലും ഞാൻ ഇങ്ങനെ അടിയന്തരത്തിൻ്റെ അവസ്ഥയിലിരിക്കുക, ഒറ്റയ്ക്കാണ്, ആരും സഹായിക്കാനില്ല, എല്ലാം നമ്മൾ തന്നെ നോക്കണം, ഇവരവിടെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസവിക്കുമ്പോൾ നമ്മൾ അടുത്ത് വേണമെന്ന് പറഞ്ഞ് ഞാനിവിടുന്ന് വണ്ടി പിടിച്ച് പോയി. ആദ്യമായിട്ട് മോനെ ഏറ്റുവാങ്ങി മോൻ എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം അവിടെ അവരെല്ലാവരും പറയുന്നു എൻ്റെ പൊട്ടിച്ചിരി പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ ഞാൻ ചിരിച്ചൊന്നുമില്ല. ഞാൻ കാലിങ്ങനെ പിടിച്ച് കയ്യിലെടുത്തപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ചുടിചുടാന്നിങ്ങനെ തോരാ മഴ പോലെ ഒഴുകുക. ഇവിടെ അടിനാവിന് ഇങ്ങനെ ചൂട് വെള്ളം ഒഴുകുക. ഒന്നും മിണ്ടാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ ആദ്യമായിട്ട് എൻ്റെ കൈവെള്ളം കിടന്നവൻ കണ്ണ് ആദ്യമായിട്ട് ചിമ്മി നോക്കിയത് എൻ്റെ മുഖത്താണ്. അത് അവിടെ എല്ലാവരും പറഞ്ഞ് കണ്ണ് തുറന്നേ ഇല്ല കുഞ്ഞ് ജനിച്ചിട്ട് ഇത്ര നേരം വരെ. അപ്പം ഞാൻ പ്രകൃതിയാൽ ഭഗവാനെ വിചാരിക്കുന്ന വെച്ചാൽ എൻ്റെ മുഖം കണ്ടവൻ ഉണരണം എന്ന് ദൈവം നിയോഗിച്ച് വിട്ടത് എനിക്ക് വരം തന്നതാണ് നാരായണൻ. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ കിട്ടിയ അവസരം കാത്ത് തപസ്സിരുന്ന് കിട്ടിയ അവസരത്തിൽ പോലും ചിരിക്കാൻ ഭാഗ്യമില്ലാതെ പോവുകയാണ്.